ചില ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് ഒരു നിലക്കും സമാധാനം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കടമകളുമുണ്ട്. അതിലേറ്റവും പ്രധാനമായി സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് പരിചയപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുന്ന. അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. എന്തിനാണ് സഹോദരങ്ങളെ വസ്ത്രം നമ്മൾ ധരിക്കുന്നത്? എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ഉഷ്ണത്തിൽ നിന്നും, അതിശക്തമായ ചൂടിൽ നിന്നും, എല്ലാത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാനാണ് വസ്ത്രം ഉപയോഗിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും താങ്ങും തണലുമായി ജീവിക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. ജീവിതത്തിലെ സന്തോഷങ്ങളിൽ മാത്രം ഭാര്യയും ഭർത്താവും ഒന്നിക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും വിട്ടേച്ചു പോവുകയും ചെയ്യുന്ന ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിന് ഖബറിന് സമാനമായ കുടുസതയും പ്രശ്നങ്ങളുമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വിവാഹ ജീവിതത്തിൽ സഹോദരിമാർ തിരിച്ചറിയേണ്ട ചില തിരിച്ചറിവുകളുണ്ട്. ഈ തിരിച്ചറിവുകൾ നമ്മുടെ സഹോദരിമാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ, കുടുംബത്തിലെ സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, സംതൃപ്തിയുടെ ഇല്ലായ്മക്ക് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിലൊന്നാമത്തെ കാര്യം എന്താ അറിയോ? ആരാണ് എൻ്റെ ഭർത്താവ് എന്ന് ഓരോ സഹോദരിമാരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നൊരു കാര്യം എന്താ അറിയോ? ഇത് നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. പുതിയ കാലം എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിയുടെയും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലും ഒരു വ്യത്യാസവുമില്ല എന്ന് വാദോരാതെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ലോകത്ത് സർവ്വ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു തത്വം പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്താണത്? വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകളുള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങളും കിട്ടേണ്ടതുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്ന കാര്യം എന്താ അറിയോ? വലിർ റിജാലി അലൈഹിന്ന ദറജ. എന്നാൽ പുരുഷന്മാർക്ക്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെക്കാൾ ഒരു പദവിയുണ്ട്. ഇത് ഒരു ഭാര്യമാരും അംഗീകരിക്കാത്തതാണ് കുടുംബജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും ഒരു കാരണം. ഭർത്താവിനൊരു പദവി കുടുംബജീവിതത്തിലുണ്ട്. കുടുംബമെന്ന് പറയുന്ന ഒരു വലിയ കമ്പനി, ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു MD വേണം. എന്നാൽ അത് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. 2 MD മാരുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? 2 നിയന്ത്രിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? ഇതാണ് പല കുടുംബങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ അത്രയും സ്ഥാനമുണ്ട് എന്ന് പറയാൻ കാരണം, ഭർത്താവിന് അത്രയും വലിയ സ്ഥാനമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? അതും കൂടെ പറഞ്ഞു തരാൻ. അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. 4-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനം, സൂറത്തു നിസായിലെ 34-ാമത്തെ വചനം. ഭർത്താവിന് ഭാര്യയുടെ മേൽ നിയന്ത്രണാധികാരമുള്ളത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷൻ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും, രണ്ടാമത്തത് പുരുഷനാണ് തൻ്റെ ഇണക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നത് എന്നതുകൊണ്ടും. ഒരു പുരുഷനാണ് കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വളരെ പ്രധാനമാണ്. ഇത് സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു കാര്യമുണ്ട്. ഭർത്താക്കന്മാരുടെ വിലയും നിലയും ഓരോ ഭാര്യമാരും തിരിച്ചറിയാൻ ഉതകുന്ന ഒരു ഹദീസാണിത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ വലൗ സലഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഒരു സിട്ടിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാനെങ്ങാനും കൽപ്പിക്കുകയാണെങ്കിൽ, ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. കാരണം ലിഇളമി ഹഖ്ഖിഹി, അത്രയും ബാധ്യത ഒരു പെണ്ണിന് തൻ്റെ ഭർത്താവിനോടുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്. ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വഹ്യ് മുഖേന ഏകനായ സർവാധിനാഥനായ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇത് ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. വീണ്ടും മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദി, അല്ലാഹുവാണ് സത്യം, ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ക റബ്ബിഹാ ഹത്താ തുഅദ്ദി ഹഖ്ക സൗജിഹാ.
ഭർത്താവിനോടുള്ള കടമകൾ നിറവേറ്റുന്നത് വരെ അള്ളാഹുവിനോടുള്ള ബാധ്യതകളും കടമകളും നിറവേറ്റുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഭർത്താവിനോടുള്ള കടമകൾ നിറവേറ്റുന്നത് വരെ ഒരു പെണ്ണ് റബ്ബിനോട് എന്ത് കടമകൾ നിർവഹിച്ചാലും അത് പടച്ചോൻ സ്വീകരിക്കൂല എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നത് വരെ അവളുടെ റബ്ബിനോടുള്ള ബാധ്യതകൾ അവൾ നിറവേറ്റുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഭർത്താവിനോടുള്ള കടമകൾ അള്ളാഹുവിനോടുള്ള കടമകളും ബാധ്യതകളുമാണ് എന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളെ സൂചിപ്പിക്കുകയും നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, ഒരു പെണ്ണിന് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഭർത്താവിനോടുള്ള കടമകൾ അവൾ നിറവേറ്റേണ്ടതുണ്ട്. ഒരിക്കൽ അല്ലാമത്തു ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലയോട് ഒരു സഹോദരി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ധാരാളമായി സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന, ധാരാളമായി ഖുർആൻ ഓതുന്ന, ധാരാളമായി നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ്. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കതിനൊന്നും സാധിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളിലൊന്നും ആസ്വാദനം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? അവരോട് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ എപ്രകാരമാണ്? ഉടനെ തന്നെ അവർ ചോദിച്ചു, ഞാൻ ചോദിച്ച ചോദ്യം വേറെ, നിങ്ങൾ ചോദിച്ച ചോദ്യം വേറെയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യം വേറെയാണ്. എന്തിനാണ് ഇബാദത്തിലെ ആസ്വാദനത്തെക്കുറിച്ച് ചോദിക്കുന്നിടത്ത് ഭർത്താവിൻ്റെ കാര്യം നിങ്ങൾ പറയുന്നത് എന്ന് ആ സഹോദരി അല്ലാമത്തു ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലയോട് ചോദിച്ചപ്പോൾ നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല പറയുന്നൊരു വാചകമുണ്ട്. അതെന്താണ്? അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? പറഞ്ഞു കൊടുക്കാണ്. ലാ തജിദുൽ മർഅതു ഹലാവത്തുൽ ഈമാൻ. ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യമല്ല. ഹത്താ തുഅദ്ദിയ ഹഖ്ക സൗജിഹാ, ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നത് വരെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈമാനിന്റെ മാധുര്യം, ഇബാദത്തിന്റെ മാധുര്യം അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കടപ്പാടുകൾ നിറവേറ്റേണ്ടതുണ്ട് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. മാത്രമല്ല സഹോദരങ്ങളെ, നല്ലവരായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യമുണ്ട്. അയ്യുൻ നിസാഇ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുൻ നിസാഇ ലതി തസുറുഹു ഇദാ നദറ. വീട്ടിലെത്തിയാൽ, നോക്കിയാൽ സന്തോഷം പകർന്നു നൽകുന്ന പെണ്ണാരാണോ അവളാണ് ഏറ്റവും നല്ല പെണ്ണ്, ഏറ്റവും നല്ല ഭാര്യ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വതുതിഉഹു ഇദാ അമറ. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാത്ത എന്ത് കാര്യം കൽപ്പിച്ചാലും അവരനുസരിക്കും. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹ്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ ശരീരത്തിലും ധനത്തിലും ഭർത്താവ് ഇഷ്ടപ്പെടാത്തത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് എതിരാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ഭർത്താവിന് ഇഷ്ടപ്പെടാത്തതൊന്നും അവർ ചെയ്യില്ല. അതാണ് ഒരു നല്ല പെണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസാഉ ഖുറൈശിൻ ഖൈറു നിസാഇൻ റകിബ്നൽ ഇബൽ. ഒട്ടകം കയറിയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ അത് ഖുറൈശി പെണ്ണുങ്ങളാണ്. അതെന്താണ് കാരണം? രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. അഹ്നാഹു അലാ തിഫ്ലിൻ, അവർ കുട്ടികളെ ഏറ്റവും നന്നായി അവർ വളർത്തിക്കൊണ്ടുവരും. രണ്ട്, വഅർആഹു അലാ സൗജിൻ ഫീ ദാത്തി യദിഹി, ഭർത്താവിൻ്റെ കീശക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്, ഭർത്താവിൻ്റെ കീശക്കനുസരിച്ച് ചെലവഴിക്കാൻ പഠിച്ചവരാണ് ഒട്ടകം കയറിയ പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങളായ ഖുറൈശി പെണ്ണുങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു വരുന്നു. ഇവിടെ നോക്കൂ, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടു പോകാറുള്ളത് സാമ്പത്തിക രംഗത്താണ്. നമ്മുടെ ഭാര്യമാരുടെ നീണ്ട ആവശ്യങ്ങളുടെ പട്ടികകൾ അത് പലപ്പോഴും നമ്മളെ പ്രതിസന്ധിയിലാക്കാറുണ്ട്, നമ്മളെ കടത്തിലേക്ക് എത്തിക്കാറുണ്ട്, നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിലേക്ക് എത്തിക്കാറുണ്ട്. അത് സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നല്ല പെണ്ണുങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല പറഞ്ഞത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിലെ സ്ത്രീകളുണ്ട്. അവരാരാണെന്നറിയോ? സ്വർഗത്തിലെ ഭാര്യമാർ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു വദൂദിൻ വലൂദിൻ, ധാരാളമായി സ്നേഹിക്കുന്നവരും ധാരാളം പ്രസവിക്കുന്നവരുമാണ്. ധാരാളം പ്രസവിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ധാരാളം സ്നേഹിക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇദാ ഖളിബത് ഔ ഉസിഅ ഇലൈഹ, ഭർത്താവെങ്ങാനും ഭാര്യയോട് ദേഷ്യപ്പെട്ടാൽ, മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഭാര്യ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭാര്യ ഭർത്താവിന്റെ ബെഡ്റൂമിലേക്ക് ചെന്ന് തന്റെ 2 കൈകളും ഭർത്താവിന്റെ കൈകളിലേക്ക് വെച്ചിട്ട് അവൾ പറയും. എന്തു പറയും? ആദിഹി യദി ഫീ യദിക് ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർലാ, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുന്നത് വരെ എൻ്റെ ഒരു പോള കണ്ണ് ഞാൻ അടക്കുകയില്ല, ഞാൻ ഉറങ്ങുകയില്ല, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുന്നത് വരെ. നമ്മുടെ ഭാര്യമാരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഭാര്യയും ഭർത്താവും തെറ്റിയാൽ ഇങ്ങോട്ട് വേണമെങ്കിൽ വന്ന് നന്നായിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വരൂല, വലിയ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലെ ഭാര്യമാർ ഭർത്താവ് എന്ത് ചെയ്താലും, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് മോശപ്പെട്ട സമീപനങ്ങൾ ഉണ്ടായാലും ഭർത്താവിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലും. എന്നിട്ട് ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ ചെന്ന് കയ്യിലേക്ക് കൈവച്ച് ഭർത്താവിനോട് പറയും, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഇന്ന് ഉറങ്ങൂല. സുബ്ഹാനല്ലാഹ്, ഇതാണ് സ്വർഗത്തിലെ ഭാര്യമാരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെയാകാനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യന് നിർബന്ധ കാര്യം കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, സ്വർഗത്തിൻ്റെ 8 കവാടവും കിട്ടാൻ ഒരു പെണ്ണിനെ വളരെ കുറഞ്ഞ കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. അതെന്താണ്? 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ഒരു പെണ്ണ്, അത് നിർബന്ധമാണ്, അതെല്ലാവരും ചെയ്യണം. എന്നാൽ അവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടം കിട്ടാൻ അവർ ഒരു പണി മാത്രം ചെയ്താൽ മതി. അതെന്താണത്? വഅതാഅത്ത് സൗജഹ, ഭർത്താവിനനുസരിച്ചാൽ മതി. അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിക്കാത്ത, എല്ലാ കാര്യത്തിലും ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും കടന്നു പോകാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ഇത് മറക്കരുത്. ഇത് നമ്മൾ കേൾക്കുന്നു, നമ്മുടെ ഭാര്യമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ കേൾക്കുന്നു, നമ്മുടെ ഭാര്യമാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത്, അത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മാത്രം ജീവിതത്തിലല്ല, നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യമാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഓരോ സഹോദരിമാരും ഭർത്താവിൻ്റെ വീട്ടിലെ രാജ്ഞിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണകർത്താവാണ് ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ. വവലദിഹി, അവൻ്റെ ഭർത്താവിനെക്കുറിച്ചും അവൻ്റെ മക്കളെക്കുറിച്ചും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നാഥ എന്ന് പറയുന്നത് ഒരു ഉമ്മയാണ്, ഒരു ഭാര്യയാണ്. അവളുടെ ഉത്തരവാദിത്തമാണ് ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊടുക്കുക, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ യൻദുറുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാത്ത ചില ആളുകളുണ്ട്. ഇലംറഅത്തിൻ, ചില സ്ത്രീകളിലേക്ക് അല്ലാഹു നോക്കുകയില്ല. ലാ തഷ്കുറു ലി സൗജിഹ, ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത, നന്ദികേട് മാത്രം കാണിക്കുന്ന ചില ഭാര്യമാരുണ്ട്, ചില സഹോദരിമാരുണ്ട്. അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക പോലുമില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത്നാനി ലാ തുജാവിദു സലാത്തുഹുമാ, 2 കൂട്ടം ആളുകൾ, അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ദിക്റുകൾ അവരുടെ തലക്കുമുകളിലേക്ക് ഉയരുകയില്ല. അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വംറഅത്തുൻ അസത് സൗജഹാ ഹത്താ തർജിഅ, ഒരു പെണ്ണ്, ഒരു സഹോദരി, അവൾ ഭർത്താവിനോട് ധിക്കാരം കാണിച്ചു, അവൾ മടങ്ങി വരുന്നത് വരെ അവളുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇമാം തുബറാനി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. മഹാനായ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. മാത്രമല്ല, ഭർത്താവിനെ ശല്യം ചെയ്യുന്നവരോട്, ഭർത്താവിനെ ശല്യം ചെയ്യുന്ന ചില ഭാര്യമാരുണ്ട്, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലാ തുഅ്ദി ഇംറഅത്തുൻ സൗജഹാ ഫിദ് ദുനിയ. സ്വർഗ്ഗത്തിലുള്ള ഭാര്യമാർ അവർ വിളിച്ചു പറയും ദുനിയാവിലുള്ള ഭാര്യമാരോട്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ഉപദ്രവിക്കല്ലേ, കാരണം അവർ ഞങ്ങളുടെ അടുക്കലേക്ക് വരാൻ സമയമായിട്ടുണ്ട്. എന്നിട്ട് അവർ പറയും, എന്താണ് അവർ പറയുന്നത്? ഒരിക്കലും ദുനിയാവിലെ ഭാര്യമാരെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപദ്രവിക്കരുതേ, പ്രയാസപ്പെടുത്തരുതേ എന്ന് അവരോട് സ്വർഗത്തിലുള്ള ഭാര്യമാർ വിളിച്ചു പറയുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരിമാരെ, നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുക്കളുണ്ട്. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പോലും അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യഹില്ലു ലിഇംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പോലും എടുക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം മഹത്വമുണ്ട് ഭർത്താവിനെ എന്ന്. ഇത് ഭാര്യമാർ തിരിച്ചറിയണം. മാത്രമല്ല, വലാ തഅദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. ഒരിക്കലും ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഒരാളെയും വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ വിരിപ്പിലേക്ക് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഒരാളെയും കയറ്റാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന എത്ര ഹദീസുകൾ സഹോദരങ്ങളെ ഉണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഭർത്താവിന് വേണ്ടി ഒരുങ്ങണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നല്ല വളയൊക്കെ, നല്ല പുതിയ വള ധരിച്ചിട്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഇതേതാണ് ഈ പുതിയ 2 വളകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാൻ ഞാൻ ഉണ്ടാക്കിയ വളകളാണ്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. രാത്രി തന്നെ വിരിപ്പിലേക്ക് ഒരു ഭാര്യയെ ഭർത്താവ് വിളിച്ചിട്ട് ആ വിളിക്കവൾ ഉത്തരം ചെയ്തില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്ന് പ്രഭാതം വരെയും മലക്കുകളുടെ ശാപമുണ്ട് എന്ന് പഠിപ്പിച്ചെന്ന മതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വൈകാരിക തലമെന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണ്. ഭക്ഷണം പോലെ, വെള്ളം പോലെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ് തൻ്റെ ശാരീരികമായ സംതൃപ്തി. അത് ഭാര്യമാർ സാധിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഒരിക്കലും പിന്നിക്ക് പോകാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, വിവാഹിതരാണ് ഇന്ന് കൂടുതലും അവിഹിത ബന്ധങ്ങളിൽ എത്തിപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണ്? വിവാഹത്തിലൂടെ കിട്ടേണ്ടത് കിട്ടാത്തതാണ് കാരണമെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ്, ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി ഭർത്താക്കന്മാരെ സ്നേഹിക്കാനും ആദരിക്കാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.